Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? Yes, ma'am. ഓക്കെ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? എന്താണ് ഒരു ക്വാളിറ്റി എന്നാ പറഞ്ഞേ? എന്താണ് ഒരു ക്വാളിറ്റി എന്നാ പറഞ്ഞേ? എന്താണ് ഒരു ക്വാളിറ്റി? എന്താണ് ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞില്ലേ നമ്മള്? എന്താണ് ഒരു ക്വാളിറ്റി? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്, അല്ലെ? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നാണ് നമ്മൾ ക്വാളിറ്റിയെ വിശദീകരിച്ചത്, അല്ലെ? ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുണനിലവാരം എന്ന് പറഞ്ഞാല് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്. അതിപ്പോ ഒരു സർവീസ് ആവാം, ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെ? ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് എത്രത്തോളം നല്ലതാണ് എന്നാണ് നമ്മൾ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്, അല്ലെ? അതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താം, അല്ലെ? ഒരു വ്യക്തി അതിനെ വിലയിരുത്തുന്നത്, ഒരു സർവീസിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഒരു സർവീസിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ ആ ഒരു സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെ? ഇനി ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാ? ഏതൊക്കെ വേർഡ്സ് ഉപയോഗിച്ചാണ് ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? Beautiful, Attractive, durable, meeting standards, healthy, value of money. വാല്യൂ ഓഫ് മണി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ വേർഡ്സ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെ? ഇങ്ങനെ പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് വിവരിക്കാനായിട്ട് ക്വാളിറ്റി വിവരിക്കാൻ സാധിക്കുമെങ്കിലും എപ്പോഴും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആ വ്യക്തിക്ക് ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അല്ലെ? അവർക്ക് എത്രത്തോളം സംതൃപ്തി ആ ഒരു സർവീസിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ വിവരിക്കുന്നത്, അല്ലെ? അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറയുന്നത്. Then what is quality of care? എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നാ നമ്മൾ പറഞ്ഞത്? അത് എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? ആ ഡിസബിലിറ്റി വരെയല്ലേ? ആ ഒരു സെന്റൻസ് വരെയല്ലേ? അതെ മാം. എന്താണ് ഒരു ക്വാളിറ്റി? ഇൽനെസ് ആൻഡ് ഡിസബിലിറ്റി. ഓക്കെ, നോക്കി, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണം, അല്ലെ? ഇത്രയും നേരം നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ജനറൽ ആയിട്ടുള്ള ക്വാളിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലെ? ഇനി നമ്മളൊരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണം എന്താണ് എന്നാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണം എന്ന് പറയുമ്പോ അവിടെ എപ്പോഴും എന്താ? നല്ലൊരു ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കണം നൽകേണ്ടത്? ഈ മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി മുതലായ മേഖലകളിൽ നിന്ന് ഇങ്ങനെയുള്ള നല്ല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് വരുന്ന ഓരോ പേഷ്യൻസിനും ദിവസേന നൽകണം, അല്ലെ? അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം നൽകിയാൽ മതിയോ? നല്ല ക്വാളിറ്റിയുള്ള കെയർ എന്ന് പറയുമ്പോൾ അത് ദിവസേന, ഡെയിലി, അല്ലെ? To benefit our patients without causing harm to them. അവർക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും വരാത്ത രീതിയിൽ എന്നാൽ അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിലുമുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നല്ല ഗുണനിലവാരമുള്ളൊരു രോഗി പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എപ്പോഴും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആർക്കാണ്? അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയന്റുകൾക്ക്
ആവശ്യകതകൾക്കാണ്, അവരുടെ ആവശ്യകതകൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അവിടെ നമ്മൾ നല്ലൊരു ക്വാളിറ്റി കെയർ അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് has been verified to be safe, അല്ലെ, വളരെ സേഫ് ആയിട്ടുള്ള മെത്തേഡുകളായിരിക്കണം. ആൻഡ് അഫോർഡബിൾ, വരുന്ന പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കണം. ആൻഡ് can lessen death, illness and disability. എന്താണ് രോഗം, എന്താണ് രോഗങ്ങൾ കുറയ്ക്കുന്ന രീതിയിൽ, ഡെത്ത് അല്ലെങ്കിൽ മരണങ്ങൾ കുറയ്ക്കുന്ന രീതിയിൽ, ഡിസബിലിറ്റി വൈകല്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള വരുന്ന പേഷ്യൻസിനെ താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള മെത്തേഡുകളായിരിക്കണം ഈ ക്വാളിറ്റി ഓഫ് കെയറിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്, അല്ലെ. നെക്സ്റ്റ് നോക്കി. Furthermore, we are expected to practice as stated into set standards as laid down by clinical guidelines and protocols. ഇനി എന്താ ക്ലിനിക്കൽ പരമായിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ നിലവാരത്തിനനുസരിച്ചായിരിക്കണം അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടക്കേണ്ടത്. നടക്കുന്ന എല്ലാ പ്രാക്ടീസും എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം? ശരിയായ മാർഗനിർദ്ദേശങ്ങളുടെയും ശരിയായ പെരുമാറ്റച്ചട്ടങ്ങളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഈ സജ്ജീകരിച്ച നിയന്ത്രണങ്ങളിലൂടെ, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലൂടെ ആയിരിക്കണം അവിടെ ഓരോ കാര്യങ്ങളും നടക്കാനായിട്ട്. Then with quality of care we do the exact things at the exact time. ഇനി ഒരു നല്ല ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യുക, അല്ലെ. And we check patients promptly, make the right diagnosis and give the appropriate treatment. ഇനി എന്താ വരുന്ന ഓരോ പേഷ്യൻസിനും ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവർക്ക് ഉടനടി അവരെ എന്ത് ചെയ്യുക, പരിശോധിക്കുകയും ശരിയായ ഡയഗ്നോസ് ചെയ്യുക, ശരിയായ രീതിയിലുള്ള രോഗനിർണയം നടത്തുകയും and give the appropriate treatment, അതിനനുസരിച്ചുള്ള ഉചിതമായ ചികിത്സകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ അവർക്ക് നൽകുകയും വേണം. And with quality of care we keep on enhancing our standard of service till excellence is got. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും എക്സലൻസിൽ എത്തുക അല്ലെങ്കിൽ നല്ലൊരു മികവിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു എക്സലൻസ് എത്തുന്നതിന് വേണ്ടി അവിടെ കൊടുക്കുന്ന ഓരോ സർവീസിന്റെയും നിലവാരം നമ്മൾ എന്ത് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ കൊടുക്കുന്ന സർവീസിന്റെ നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം, വർദ്ധിപ്പിച്ച് നല്ലൊരു എക്സലൻസ് ലെവലിൽ അല്ലെങ്കിൽ നല്ലൊരു മികച്ച ലെവലിലേക്ക് ആ പരിചരണത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണമാക്കി കൊണ്ടുവരേണ്ടതാണ്. എന്താണ് ലാസ്റ്റ് ഭാഗം നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് എപ്പോഴും ശരിയായ മാനദണ്ഡങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും പെരുമാറ്റച്ചട്ടങ്ങളും പ്രകാരമായിരിക്കണം അവിടെ നടക്കേണ്ടതെന്ന് പറഞ്ഞു, അല്ലെ. അതുപോലെ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യുക എന്നതുകൂടി ഈ ഒരു ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഭാഗമാണ്. അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിനും ശരിയായ രീതിയിൽ പെട്ടെന്ന് ഉടനടി തന്നെ, പ്രോബ്ലി എന്ന് പറഞ്ഞാൽ ഉടനടി തന്നെ എന്ത് ചെയ്യണം, പരിശോധനകൾ നടത്തുകയും അവർക്ക് ആവശ്യമായ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയങ്ങൾ നടത്തുകയും അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സകൾ നൽകുകയും വേണം. ആൻഡ് വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ, പിന്നെ ഒരു ക്വാളിറ്റി ഓഫ് കെയറിന് എന്താണ് പ്രത്യേകത ഉള്ളത്? അവിടെ അതൊരു മികച്ചതാവണമെങ്കിൽ അല്ലെങ്കിൽ എക്സലന്റ് ആവണമെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന ഓരോ സർവീസുകളും ആ ഒരു എക്സലന്റ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, ആ സർവീസുകളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. ക്ലിയർ ആണോ? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനത്തിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? The quality health service has many parts. നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾക്ക് പല ഭാഗങ്ങളുണ്ട്. Okay, we should understand this in order to refine quality of care. നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഒരു കെയർ കൊടുക്കണമെങ്കിൽ, നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകണമെങ്കിൽ ഈ പറയുന്ന കമ്പോണൻസ് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ കമ്പോണൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. Parts are listed in below and we shall look briefly at each of the parts.
ബോക്സിൽ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പഠിക്കാനുണ്ട് കേട്ടോ. ആ ഒരു കമ്പോണൻസിന്റെ ഓരോന്നിന്റെയും പേരുകള് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതിനുള്ളിൽ വരുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ പേരുകൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ അത് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ വരാം. ആ ഒരു 9 പേരുണ്ട്, ആ ഒരു 9 എണ്ണവും ആ ഒരു പേര് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് അസസ്. എന്താണ് അസസ് എന്ന് പറഞ്ഞാൽ? പ്രവേശനം. ദെൻ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, എന്താ? സാങ്കേതിക കഴിവ്. ഇക്വിറ്റി, സമത്വം അല്ലെങ്കിൽ നീതി. ദെൻ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, തുടർച്ച. സേഫ്റ്റി, എന്താ? സുരക്ഷ. ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. ആൻഡ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്ന് പറയാം. എന്തൊക്കെയായിരുന്നു? അസസ് എന്ന് പറഞ്ഞാല് പ്രവേശനം, ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല് സാങ്കേതിക കഴിവ്, ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സമത്വം ഓർ നീതി. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലപ്രാപ്തി. എഫിഷ്യൻസി, കാര്യക്ഷമത. ആൻഡ് കണ്ടിന്യൂറ്റി, തുടർച്ച. സേഫ്റ്റി, എന്താ? സുരക്ഷ. ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. ആൻഡ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? അസസ് ടു സർവീസ്. എന്താ? പ്രവേശനം. എന്തിലേക്കുള്ളതാണ്? പ്രവേശനമാണ്. ആ സർവീസിലേക്കുള്ള പ്രവേശനം അല്ലെ? ആ സർവീസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് നൽകുകയാണ്. ആ ഒരു സർവീസിലേക്ക് എങ്ങനെയായിരിക്കും അതിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നത് എങ്ങനെയായിരിക്കും? കുറച്ച് പർട്ടിക്കുലർ ഗ്രൂപ്പുകൾക്ക് മാത്രമായിരിക്കോ ഒരു സർവീസ് കൊടുക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ? സർവീസ് കൊടുക്കുന്ന കാര്യങ്ങളില് ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കുന്നത് ഇന്ന ആളുകൾക്ക് മാത്രം അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? എല്ലാവർക്കും ആ ഒരു സർവീസിലേക്ക് പ്രവേശനമുണ്ട് അല്ലെ? അതാണ് ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. എന്താ? എവരിവൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് അല്ലെ? ആൻഡ് എൻട്രി റെഫേഴ്സ് ടു, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ആ ഒരു സെന്റൻസ്. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു obtain health services. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ, ചോദിക്കാറുണ്ട് കേട്ടാ. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു obtain ഹെൽത്ത് സർവീസസ്. ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ രണ്ട് സെന്റൻസ് ആണ് അവിടെ പറഞ്ഞത്. എവരിവൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ. നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും അതിനുള്ള പ്രവേശിക്കാനായിട്ട് സാധിക്കും അല്ലെ? എല്ലാവർക്കും അതിലേക്ക് ഒരു പ്രവേശനം ഉണ്ടായിരിക്കും. ആൻഡ് എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു obtain ഹെൽത്ത് സർവീസസ്. ഒരു ഹെൽത്ത് സർവീസ് നേടാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Some of the factors that can affect entry are, ആ ഒരു എൻട്രി അല്ലെങ്കിൽ ആ സർവീസിലേക്കുള്ള പ്രവേശനത്തെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ് അല്ലെ? ദൂരം എന്നൊരു കാര്യം ഉണ്ടോ? നമുക്കൊരു ഹെൽത്ത് സർവീസ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൂരം ഒരു പ്രശ്നമാണോ? ദൂരം ഒരു പ്രോബ്ലം ആണോ? ഇപ്പൊ നമുക്കൊരു സർവീസ് വേണം. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു സർവീസ് വേണം. നമുക്ക് ആ സർവീസ് കിട്ടിയേ മതിയാവുള്ളൂ അല്ലെ? ആ ഒരു സർവീസ് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന്റെ അടുത്തൊന്നും ആയിരിക്കില്ല ചിലപ്പോ ആ ഒരു സർവീസ് നൽകുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവുക. ചിലപ്പോ വേറെ മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു വിദേശത്തായിരിക്കാം. അപ്പൊ ആ ഒരു സർവീസ് നേടാനായിട്ട് എല്ലാവർക്കും അപ്പൊ സാധ്യമാവൂ? എല്ലാവർക്കും അത്രയും ദൂരം പോയി നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമുക്ക് ആ ഒരു സർവീസ് നേടാൻ എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? ആ ഒരു ഡിസ്റ്റൻസ് ഇല്ല അല്ലെ? അപ്പൊ അവിടെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആവുന്നില്ലേ?
ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആവുന്നില്ലേ? ആ സർവീസ് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ ആ സർവീസിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു ദൂരം എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരു പ്രശ്നമാവുന്നുണ്ടല്ലോ അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നോക്കിയേ, where a health facility is situated far away or it is difficult to get transport to the facility. എന്താ ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ സൗകര്യം എന്ന് പറയുന്ന ആ സർവീസ് കൊടുക്കുന്ന ഇടം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിനേക്കാൾ ദൂരെയാണെങ്കിൽ അല്ലെ, നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിലും അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ദൂരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് വരാം അല്ലെ. Then access to quality health care become a problem. ആ ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അത് ലഭ്യമാക്കുക എന്നുള്ളതൊരു പ്രശ്നമായി വന്നേക്കാം. ആണോ? ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് എന്താന്ന് ക്ലിയർ ആയോ? Then സെക്കൻഡ് വൺ നോക്കി, ഫിനാൻഷ്യൽ. എന്താ? സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പീപ്പിൾ cannot pay for the service rendered. നമുക്ക് ആ ഹോസ്പിറ്റലുകാർ നൽകുന്ന സർവീസ്, നമ്മൾ ആ സർവീസിന് പണം കൊടുക്കണ്ടേ? അവർ നൽകുന്ന സർവീസിന് പണം നൽകണ്ടേ? തിരിച്ച് നമ്മൾ ആ സർവീസിന് പണം നൽകണം അല്ലെ. അപ്പൊ ആ നൽകേണ്ട പണം അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസിന് വേണ്ടതായിട്ടുള്ള പണം നമുക്ക് നൽകാൻ കഴിയാതെ വന്നാല് അല്ലെ, നമുക്ക് കഴിവില്ലെങ്കിലോ ആ ഒരു പണം അവർ സർവീസ് നൽകുന്ന ആ ഒരു സർവീസിന് വേണ്ടിയിട്ടുള്ള പണം നമുക്ക് നൽകാൻ കഴിയാതെ വന്നാലോ അതൊരു പ്രോബ്ലം അല്ലെ. ആ ഒരു സർവീസ് ലഭ്യമാകാൻ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു പ്രശ്നമാവില്ലേ? ക്ലിയർ ആയോ? സെക്കൻഡ് വൺ. തേർഡ് വൺ നോക്കി, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. സംസ്കാരം. എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ? സംസ്കാരം. ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം. ആൻഡ് വാല്യൂസ്, മൂല്യങ്ങൾ അല്ലെ. The services provided may not be in keeping with the culture, beliefs and values of some people. എന്താണ്? അവര് നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകളുടെ സംസ്കാരത്തിനും വിശ്വാസത്തിനും മൂല്യത്തിനും അനുസൃതമല്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്തതാണെങ്കിൽ ആ ഒരു സർവീസിലേക്കുള്ള വ്യക്തികളുടെ ആ ഒരു പ്രവേശനം അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നത് എങ്ങനെയായിരിക്കും? പ്രശ്നമായി വന്നേക്കാം അല്ലെ. അപ്പൊ നമ്മുടേതായ ഒരു കൾച്ചറിലല്ല, നമ്മുടേതായ ഒരു വിശ്വാസത്തിലും മൂല്യത്തിലുമല്ല അവർ നല്ല സർവീസ്, അങ്ങനത്തെ ഉള്ള ഒരു സർവീസ് അല്ല അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തരുന്നത് എങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇതിൽ വിശ്വാസമുള്ളവർക്ക് പറ്റില്ല അല്ലെ. അവരതിൽ നമ്മുടേതായ സോഷ്യൽ കൾച്ചറിനനുസരിച്ചുള്ളതല്ലെങ്കിൽ എന്താ, കുറച്ചു പേരെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കും അല്ലെ, അതിലേക്ക് പ്രവേശിക്കാൻ മടി തോന്നും. അപ്പൊ അതും ഒരു പ്രശ്നമായി വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സും എന്താണ്? ആ ഒരു സർവീസിലേക്കുള്ള ആ ഒരു എൻട്രി അല്ലെങ്കിൽ ആ ഒരു സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നതിന് വേണ്ടി അതിനെ ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം ഒരു പ്രശ്നമാവാം അല്ലെ. രണ്ടാമതായിട്ട് ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവർ നൽകുന്ന സർവീസ് നമുക്ക് തിരികെ പണം നൽകാനായിട്ട് കഴിയില്ലെങ്കിൽ അതും ഒരു പ്രശ്നമായി വരാം. മൂന്നാമതായിട്ട് പറഞ്ഞത് അവര് നൽകുന്ന സർവീസ് നമ്മുടെ സംസ്കാരത്തിനും വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും അനുസൃതമല്ല എങ്കിലും അതിലേക്കുള്ള പ്രവേശനം പ്രശ്നമായി വരാം. ഈ മൂന്ന് കാര്യങ്ങള് അതിനെ ബാധിക്കുന്ന ആ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ്. ആക്സസ് ടു സർവീസ് എന്ന് പറയുന്നത് ആ സർവീസിലേക്കുള്ള പ്രവേശനമാണ്. ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആ സർവീസുകളിലേക്ക് പ്രവേശനമുണ്ട് അല്ലെ. അതിന്റെ എൻട്രി എന്നതുകൊണ്ട് പ്രവേശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആ ഒരു ഹെൽത്ത് സർവീസിലേക്ക് എന്താണ് ഹെൽത്ത് സർവീസ് നേടിയെടുക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്ന് പറയുന്നത്. അതിനെ ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് വൺ നോക്കിയാണോ? ക്ലിയർ ആണോ? ഓക്കെ. Then second one നോക്കി, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. എന്താണ്? സാങ്കേതിക കഴിവ് അല്ലെ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്താണെന്ന് നോക്കിയേ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ്
ക്വാളിറ്റി അഷുറൻസ്. എന്താ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം അല്ലെ, ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകമാണ് ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ സാങ്കേതിക കഴിവ് എന്ന് പറയുന്നത്. That suggests that we should have sufficient knowledge and skills to perform our functions in order to provide ക്വാളിറ്റി സർവീസ്. എന്താ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ അവിടെ ആ നല്ലൊരു ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അവിടെ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കണം അല്ലെ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ നടക്കണം. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ല മതിയായ അറിവും വൈദഗ്ധ്യവുമുള്ള ജോലിക്കാരുണ്ടായിരിക്കണം. വേണ്ടേ? അതാണ് ഇവിടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിയായ അറിവും അതുപോലെ സ്കില്ലുമുള്ള ജോലിക്കാര് അല്ലെങ്കിൽ ജീവനക്കാര് ഈ പറയുന്ന ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴല്ലേ നല്ലൊരു ക്വാളിറ്റി കെയർ ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി നിങ്ങൾ. One must go to a nursing school and pass the nursing examinations before she can work as a nurse. അല്ലെ, ഒരു നേഴ്സായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞേ? എന്ത് ചെയ്യണം? ഒരു നേഴ്സായിട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് അവരെന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? വെറുതെ അങ്ങ് വന്നാൽ നേഴ്സാക്കി ഇവിടെ ജോലി കൊടുക്കോ? നഴ്സിംഗുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് സ്കൂളുകളിൽ പോയി എന്ത് ചെയ്യണം? പഠിച്ച് എന്ത് ചെയ്യണം? പരീക്ഷ പാസ്സാവണം അല്ലെ. അപ്പൊ അതുപോലെ അതിലൂടെ എന്താണ്? അതെ, എക്സാം പാസ്സായാൽ മാത്രമേ ഒരു നേഴ്സ് ആവുന്ന അല്ലെങ്കിൽ നേഴ്സായിട്ട് നമ്മൾ അവരെ അംഗീകരിക്കുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടിയാണ് അവരെ പഠിക്കുന്നത്? ആ ഒരു മേഖലയെ കുറിച്ച് കൃത്യമായ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതുപോലെയുള്ള നല്ല അറിവുകൾ നേടിയിട്ടുള്ള, അതുപോലെ അതിൽ കൃത്യമായ ഓരോ മേഖലയിലും കൃത്യമായ രീതിയിലുള്ള സ്കില്ലുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള അറിവുള്ള ആളുകളായിരിക്കണം അവിടുത്തെ ജീവനക്കാരായി വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in-service training workshop, etc. ഇനി ഇവര് ജോലിയിൽ പ്രവേശിച്ചു. ആ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പിന്നെയും ഇവർക്ക് അവിടെ സ്കൂളിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ നിന്ന് അതൊക്കെ സ്കൂളിൽ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലെ. ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ അറിവിനെ റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അറിവിനെ ശുദ്ധീകരിക്കണം അല്ലെങ്കിൽ അറിവിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് അവിടെ പറയുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും അല്ലെ. അതിനെക്കുറിച്ച് അതൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ അത് വായിക്കുക അല്ലെ. വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് കിട്ടില്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവരുടെ ഇൻ സർവീസ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും, പരിശീലന വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. അതൊക്കെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടും ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിച്ചുകൊണ്ടും അവരെന്ത് ചെയ്യണം? അവരുടെ അറിവിനെ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. ആൻഡ് സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷൻസ്, നമ്മളൊരു ആരോഗ്യ വിദഗ്ധരായിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് അവർ ലിമിറ്റ്സ്. നമ്മുടെ പരിമിതികൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. That is, know what we can do and what we cannot do. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു അറിവ് നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം. And with regard to we cannot do, ചില കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ടാവും അല്ലെ. നമുക്ക് ചെയ്യുന്നതിനും അപ്പുറമായിരിക്കാം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പേഷ്യൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അല്ലെ. എല്ലാവർക്കും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു കണ്ടീഷൻ ആവാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ആർ എക്സ്പെക്ടഡ് ടു റെഫർ ദം ടു അതർ സെന്റേഴ്സ് ഓർ പേഴ്സണൽ ഹു ആർ മോർ പ്രൊഫിഷ്യന്റ് ടു ടാക്കിൾ ദം. ആ വരുന്ന ഓരോ പേഷ്യൻസിനെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ പ്രാവീണ്യമുള്ള എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കോ അവരെന്ത് ചെയ്യണം? റെഫർ ചെയ്യണം അല്ലെ. നമ്മൾ പറയാറുണ്ട് റെഫർ ചെയ്തു, ഇന്ന ഡോക്ടർക്ക് റെഫർ
വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക്, അവർ നോക്കുന്ന ആ ഒരു പ്രൊഫഷനിലുള്ള ആ ഒരു സ്റ്റാഫിന് ചിലപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ബന്ധപ്പെട്ട അവർക്ക് മുതിർന്ന സീനിയർ ഉദ്യോഗസ്ഥരിലേക്ക് അവരെ റെഫർ ചെയ്യും. അല്ല എങ്കിലോ ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള മറ്റൊരു സെന്ററിലേക്ക് അവരെന്ത് ചെയ്യും? റെഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? അവർ പ്രാക്ടീസ് ഷുഡ് ഓൾസോ ബി കൺട്രോൾഡ് ബൈ laid down standards and guidelines. Example, standard treatment guidelines. നമുക്കൊരു നിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അല്ലെ? അതിലൂടെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് മാറുന്നത്. അതുപോലെ ഈ പറയുന്ന ഓരോ ജീവനക്കാരും നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെപ്പോഴും നല്ല രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെയും ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചും അത് അങ്ങനെയുള്ള നിയന്ത്രണങ്ങളിലൂടെ ആയിരിക്കണം ഈ പറയുന്ന നല്ലൊരു സർവീസ് ആളുകളിലേക്ക് കൊടുക്കാനായിട്ട്. ടെക്നിക്കൽ കോമ്പറ്റൻസിനെയും സാങ്കേതിക കഴിവെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഓരോ ജീവനക്കാരും അതിനനുസരിച്ചുള്ള അറിവും കഴിവുമുള്ളവരായിരിക്കണം അല്ലെ? അവിടെ എപ്പോഴും അവരെങ്ങനെയായിരിക്കണം? നല്ല നോളജും സ്കില്ലും ഉള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനും അതുവഴി നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് ആളുകളിലേക്ക് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ വരുന്ന ആ ഒരു പേഷ്യൻസിന്റെ കേസിൽ എന്താണ്? വരുന്ന പേഷ്യൻസിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ? എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് സ്വയം ഉണ്ടായിരിക്കണം. നമ്മുടെ പരിമിതികള് അവർ സ്വയം തിരിച്ചറിയുകയും വേണം. ഇനി ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവർക്ക് അതിനപ്പുറമാണ് വന്നിരിക്കുന്നതെങ്കിൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ പ്രാവീണ്യത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്കോ അവരെ റെഫർ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞേ? സമത്വം അല്ലെങ്കിൽ നീതി അല്ലെ? നോക്കിയേ, quality services should be provided to all people who are in need of them, be very poor, children, adults, old people, pregnant women, disabled, etc. ഇനി എന്താണ്? നല്ലൊരു ക്വാളിറ്റി സർവീസ് അല്ലെ? ഇത് ആവശ്യമായി വരുന്ന ആ ഒരു ക്വാളിറ്റി സർവീസ് ആവശ്യമായി വരുന്ന എല്ലാവർക്കും നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അതിപ്പോ അവര് ദരിദ്രരാവാം, കുട്ടികളാവാം, മുതിർന്നവരാവാം അല്ലെ, വൃദ്ധരാവാം, പ്രഗ്നന്റ് വുമൻസ് ആവാം, അല്ലെങ്കിലോ ഡിസേബിൾഡ് അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ളവരാവാം. അങ്ങനെ എല്ലാവർക്കും അല്ലെ, അവരെ ഓരോരുത്തരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള സർവീസുകൾ, ആ സർവീസ് ആവശ്യമായിട്ട് അവർ വരികയാണെങ്കിൽ അവിടെ വരുന്ന ആവശ്യപ്പെട്ട് വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം? നല്ലൊരു ക്വാളിറ്റി സർവീസ് നൽകുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Clear ആണോ? Then quality services should be made available in all parts of the country. നല്ല ക്വാളിറ്റി സർവീസ് എന്താ? രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല നിലയിലുള്ള ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം. അതെങ്ങനെയാണ്? ഇൻ വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. ആ ഒരു രാജ്യത്തിലെ വില്ലേജുകളിൽ, ഗ്രാമങ്ങളിലും, then ടൗൺസ് അല്ലെ, പട്ടണങ്ങളിലും, ആൻഡ് സിറ്റീസ്, നഗരങ്ങളിലും, അങ്ങനെ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യണം? ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. 2 പോയിന്റ്സ് ആണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. നല്ല ക്വാളിറ്റി സർവീസ് ആവശ്യമായി വരുന്ന എല്ലാവർക്കും, അതിപ്പോ അവര് പുവറാണോ, ദരിദ്രരാണോ, കുട്ടികളാണോ, മുതിർന്നവരാണോ, ചിലപ്പോ വൃദ്ധരായിക്കോട്ടെ, അവര് പ്രഗ്നന്റ് വുമൻസ് ആയിക്കോട്ടെ, ഡിസേബിൾഡ് ആയിട്ടുള്ളവരായിക്കോട്ടെ, അങ്ങനെ എല്ലാവർക്കും ഈ സർവീസ് ആവശ്യമായി വരുന്ന എല്ലാവർക്കും നല്ല ക്വാളിറ്റി സർവീസ് നൽകുക എന്നതാണ് ഇക്വിറ്റി. അതുപോലെ തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം. അത് ആ ഒരു രാജ്യത്തിലെ വില്ലേജുകൾ തുടങ്ങി സിറ്റീസ് വരെ അല്ലെ, വില്ലേജ്, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലായിടത്തും നല്ല ക്വാളിറ്റിയുള്ളൊരു സർവീസ് ലഭ്യമാക്കുക എന്നതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ ഇക്വിറ്റി? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, 4th വൺ, എഫക്റ്റീവ്നെസ്. എന്താണ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞേ?
ഫലപ്രാപ്തി അല്ലെ, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. We are interested in the type of care that generate positive change in the patient's health or quality of life. എന്താണ് അവിടെ വരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് സർവീസിന് വേണ്ടി വരുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരത്തെയോ നല്ല മാറ്റം ഉണ്ടാക്കുന്നത്, ഒന്നില്ലെങ്കിൽ അവരുടെ പേഷ്യന്റിന്റെ ആരോഗ്യത്തിൽ നല്ല മാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ ജീവിത നിലവാരത്തിലോ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തരത്തിലുള്ള കെയർ അല്ലെങ്കിൽ പരിചരണമാണ് എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അവരുടെ ആരോഗ്യത്തില് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തില് നല്ലൊരു മാറ്റം സൃഷ്ടിക്കുക. അതെങ്ങനത്തെ മാറ്റമായിരിക്കണം, ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് എന്തെന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഫലപ്രാപ്തിയുള്ള ഒരു റിസൾട്ട് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. നല്ലൊരു സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു നല്ല സർവീസ് വഴി ഒരിക്കലും അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളല്ല വരേണ്ടത്. എപ്പോഴും നല്ല പോസിറ്റീവ് ചേഞ്ചുകൾ. അവരൊരു രോഗവുമായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് വന്നാല് ആ ട്രീറ്റ്മെന്റ്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വഴി അവർ എന്ത് ചെയ്യണം, ബെറ്റർ ആവണം അല്ലെ. അവരുടെ ആ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബെറ്റർ ആയി വരികയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേഴ്സ് ആവുകയല്ല ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം നല്ലൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പരിചരണങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. Then we therefore provide treatments that are known to be fruitful. എന്താ fruitful എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ ORS കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ടാവുമല്ലോ. ഡയേറിയ ഉള്ളത് അല്ലെങ്കിൽ വയറിളക്കമുള്ള കുട്ടികൾക്ക് നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ORS ലൈനി കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. ഡോക്ടേഴ്സ് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഇതല്ലേ അല്ലെ. അത് ഏറ്റവും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു കുട്ടിയെ എന്ത് ചെയ്യണം, ഫലപ്രദമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അവരുടെ ആ ഒരു കണ്ടീഷൻ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കണം അല്ലെ, നല്ലൊരു മാറ്റം അവർക്ക് വരുത്തണം. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു ORS ലൈനി ഉടനെ കൊടുക്കണം എന്ന് പറയുന്നത്. ORSന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു ഡയറി വന്ന കുട്ടിക്ക് അല്ലെ, വയറിളക്കമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ORS ലൈനി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സകളിലൂടെ നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യത്തിലും അവരുടെ ജീവിത നിലവാരത്തിലും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പരിചരണമായിരിക്കണം അവിടെ ഓരോ പേഷ്യൻസിനും വരുന്ന ഓരോ പേഷ്യൻസിനും കൊടുക്കേണ്ടത്. അതാണ് ഒരു നല്ല എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലുള്ള ഒരു പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ എഫക്റ്റീവ്നെസ്? ഓക്കെ. ഫിഫ്ത് നോക്കി, എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത. എന്താണ് എഫിഷ്യൻസി? ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്? ലീസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുക എന്നതാണ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താ, വളരെ കുറഞ്ഞ ചിലവില് അല്ലെ, ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ് എന്നാ പറഞ്ഞേ, കുറഞ്ഞ ചിലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുക എന്നതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. കുറഞ്ഞ ചിലവേ പാടുള്ളൂ, പക്ഷെ അവർക്ക് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ആയിരിക്കുകയും വേണം. And we are expected to make the best use of resources and avoid wastage of our meager resources. ഇനി എന്താ, നമുക്ക് അവിടെയുള്ള എന്തൊക്കെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളാണോ ഉള്ളത്, ആ വിഭവങ്ങൾ എന്താ എല്ലാം പരമാവധി എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവർക്ക് നല്ലൊരു കെയർ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഒരിക്കലും ആ ഒരു വിഭവങ്ങൾ ഇല്ല അല്ലെങ്കിൽ കുറവാണെന്ന് പറയരുത്, മറിച്ച് എന്താ, നല്ലൊരു ഫലപ്രദമായിട്ട് നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് നല്ലൊരു കാര്യക്ഷമമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കണം. അതിനുവേണ്ടി എന്ത് വേണം, അവിടെയുള്ള എല്ലാ വിഭവങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുകയും അതുപോലെ മീഗർ എന്ന് പറഞ്ഞാൽ അതിന്റെ
മീനിങ് എന്താ? തുച്ഛമായ, കേട്ടോ, തുച്ഛമായ റിസോഴ്സ് അല്ലെങ്കിൽ തുച്ഛമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിന്റെ പാഴാക്കൽ ഒഴിവാക്കുകയും ചെയ്യും. അതാണ് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. അത് തുച്ഛമായ, ചിലപ്പോ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ. ഈ പറയുന്ന എല്ലാ വിഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള സർവീസ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? എല്ലാ റിസോഴ്സുകളും പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ ചിലപ്പോ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ അളവിലുള്ള വിഭവങ്ങൾ ഉണ്ടാവും. ചില സാധനങ്ങൾ ഒരുപാടൊന്നും ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, വളരെ കുറച്ചളവിലെ ചിലപ്പോൾ അവിടെ കാണുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം ഉപയോഗിച്ച് പാഴാക്കാതെ എന്ത് ചെയ്യണം? അത് ആ പാഴാക്കുന്നത് കുറച്ചളവിലേ ഉള്ളെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ചുരുക്കി മിതമായി ഉപയോഗിച്ചുകൊണ്ട് അത് പാഴാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞത്. Then we waste resources by prescribing unwanted drugs. അല്ലെ, നമ്മൾ ഒരുപാട് വിഭവങ്ങള് പാഴാക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ്? ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, അല്ലെ, ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതിലൂടെ മരുന്നുകൾ വേസ്റ്റേജ് തരാറുണ്ട്, അല്ലെ, പാഴാക്കാറുണ്ട്. ആൻഡ് സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, ആവശ്യത്തിലധികം ഡ്രഗ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ. ആൻഡ് മേക്കിംഗ് ദം എക്സ്പയർ ബൈ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഉപകരണങ്ങളോ സാധനങ്ങളോ ഒക്കെ എന്ത് ചെയ്യുന്നു? വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ. അതെന്താ പറ്റപ്പോ? ആ ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതെന്ത് പറ്റും? അവിടെ നിന്ന് മെയിൻ്റനൻസ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതെന്ത് പറ്റും? കംപ്ലൈന്റ് ആയി പിന്നീട് ഉപയോഗിക്കപ്പെടാതെ വരാം, അല്ലെ, കാലഹരണപ്പെട്ടു പോവാം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അല്ലെ. നെക്സ്റ്റ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്? നമുക്ക് ആവശ്യത്തിലധികം മരുന്നുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? വെരി ഗുഡ്, എക്സ്പയർഡ് ആയി പോകും, അല്ലെ. ഈ പറയുന്ന സാധനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് മൂല്യമില്ലാതായില്ല, അല്ലെ. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഒരുപാട് പാഴാക്കൽ അല്ലെങ്കിൽ വേസ്റ്റേജ് വരുന്ന ഒരു കാര്യമല്ലേ. അതുപോലെയുള്ള ഓവർ സ്റ്റോക്കിംഗ് വഴി നമുക്ക് വരാം. അതുപോലെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിലധികം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വരാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ, അത്യാവശ്യം അല്ലെങ്കിൽ അധികം ഉപയോഗിക്കാത്ത ഉപകരണങ്ങളൊക്കെ ഒരുപാട് വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നതിലൂടെയും ഉപയോഗിക്കാണ്ടിരിക്കുന്നതിലൂടെയും ഒക്കെ അത് കാലഹരണപ്പെട്ടു പോകുന്നത് വഴിയും ഒരുപാട് വേസ്റ്റേജസ്, ഇങ്ങനെയുള്ള വിഭവങ്ങൾ നമ്മൾ പാഴാക്കുന്നുണ്ട്. അപ്പൊ അതാണ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ പാഴാക്കാതിരിക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ വിഭവങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നല്ല ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം രോഗികൾക്ക് കൊടുക്കണം. അതെങ്ങനെയായിരിക്കണം? അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, വളരെ കുറഞ്ഞ ചിലവില് എന്നാൽ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം കൊടുക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ വിഭവങ്ങളും പരമാവധി ഇതിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഒഴിവാക്കുന്ന, പാഴാക്കി അല്ലെങ്കിൽ വേസ്റ്റായി കളയുന്നതിനെ കുറച്ചുകൊണ്ട് പരമാവധി അത് പ്രയോജനപ്പെടുത്തി ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യക്ഷമമായ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂവിറ്റി അല്ലെങ്കിൽ തുടർച്ച. നോക്കി, കണ്ടിന്യൂവിറ്റി implies that the client received the full range of health services he or she needs. എന്താ? ആ പേഷ്യന്റിന് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ, അല്ലെ. പേഷ്യന്റിന് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് വന്നാൽ ആ പേഷ്യന്റിന് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ ഒരു ഫുൾ റേഞ്ചില് അല്ലെങ്കിൽ എന്താണ്, മുഴുവൻ ശ്രേണിയിലും ലഭിക്കുക അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്നതാണ് കണ്ടിന്യൂവിറ്റി. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ചിലര് വന്ന് കഴിയുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു കോഴ്സ് ആയിട്ടായിരിക്കും പറയുന്നത്, അല്ലെ. ചിലപ്പോ ഒരു പ്രാവശ്യം വന്നാൽ മാത്രം മതിയാവില്ല. ചിലപ്പോൾ അവർക്ക് 2 or 3 പ്രാവശ്യമായിട്ടുള്ള ഒരു കോഴ്സ് വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കോഴ്സിലൂടെ കിട്ടിയിട്ടുണ്ടോ? ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളില് അങ്ങനെയൊക്കെ കോഴ്സ് വഴിയൊക്കെ കൊടുക്കാറില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ആ വരുന്ന പേഷ്യൻസിന് അങ്ങനെ ഒരു കോഴ്സ് പ്രകാരമാണ് എങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതവിടെ പകുതി വെച്ച് നിർത്തിയാൽ എന്താ പറ്റുക? ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ആ ഒരു സർവീസ് പകുതി വെച്ച് നിർത്തിയാൽ എന്ത് പറ്റും? നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലം ലഭിക്കില്ല,
അല്ലെ? ആ കൊടുക്കുന്ന പേഷ്യൻസിന് ആ ട്രീറ്റ്മെന്റിന്റെ ഫലം ലഭിക്കില്ല അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അതിന്റെ മുഴുവൻ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ മുഴുവൻ ഫുൾ റേഞ്ചില് ആ മുഴുവൻ ശ്രേണിയിലും അവർക്ക് എന്ത് ചെയ്യണം? ലഭ്യമാക്കി നൽകണം. പേഷ്യൻസ് അവരാവശ്യമായിട്ടല്ലേ വരുന്നത്. ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങൾ ഫുൾ റേഞ്ചിൽ ഈ മുഴുവൻ ശ്രേണിയിലും അവർക്ക് ലഭ്യമാക്കി നൽകുക. അതാണ് ഒരു കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നോക്കി എന്താ പറയുന്നേ? And that when the case is beyond us, ഇനി ചില കേസുകള് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിക്കും അപ്പുറമാണ് അല്ലെ? ചില ക്രിട്ടിക്കൽ കേസ് ഒക്കെ വരുമ്പോ നമ്മൾ പറയാറുണ്ട് ആ ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റിയോ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ എന്താ ചെയ്യാറ്? ആ ഹോസ്പിറ്റലിൽ തന്നെ വെക്കോ? എന്താ ചെയ്യുക? അങ്ങനെ ഒരു കേസ് വന്നാൽ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് അവരെന്ത് ചെയ്യും? റെഫർ ചെയ്യും അല്ലെ? മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന എല്ലാ സേവനങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും അല്ലെ? അപ്പൊ അതൊരു കണ്ടിന്യൂറ്റി അല്ലേ? അതും ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമല്ലേ? വി റെഫർ ഹിം ഓർ ഹെർ ടു ദ റൈറ്റ് ലെവൽ ഫോർ ഫർദർ കെയർ. അവർക്ക് തുടർച്ചയായ ആ ഒരു തുടർ പരിചരണത്തിനായി അവരെന്ത് ചെയ്യുന്നു? ഫർദർ കെയർ കൊടുക്കുന്ന എന്താണ് മികച്ച തലത്തിലേക്ക് അവരെന്ത് ചെയ്യുന്നു? റെഫർ ചെയ്ത് വിടുന്നു അല്ലെ? അവിടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി വരുന്നില്ലേ? തുടർച്ച വരുന്നില്ലേ? Then continuity may be attained by the patient seeing the same primary health care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. ഇനി എന്താ? നമ്മൾ ചില ഹോസ്പിറ്റലുകൾക്ക് നമ്മൾ സ്ഥിരം ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്തൊരു അസുഖം വന്നാലും ചിലരെന്തായിരിക്കും? സ്ഥിരം ഒരേ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പോകുന്നത് അല്ലെ? അങ്ങനെ സ്ഥിരം ഒരേ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഒരു സ്ഥിരം ഒരേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ എന്ത് രോഗം വന്നാലും ചിലർ അവിടെ തന്നെ പോകുള്ളൂ, ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകുള്ളൂ. എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ്? എന്ന് പറയുന്നത്? നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ അതിൽ നിന്നൊരു ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? വെറുതെ ആ ഒരു ഹോസ്പിറ്റൽ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം പോകുന്നതാണോ? വെരി ഗുഡ്. റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ? നമ്മൾ ആദ്യം തുടങ്ങി അവിടെ പോയത് മുതല് ഇപ്പൊ വരെയുള്ള എല്ലാ ഹെൽത്ത് റെക്കോർഡ്സും അവിടെ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ? അതാണ് ഇവിടെ ഒന്നാമതായി പറയുന്നത്. എന്താണ്? നമ്മൾ ഒരു സെയിം ആയിട്ടുള്ള ആ ഒരു വർക്കറിനെ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ ഈ സെയിം ആയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് തന്നെയാണ് പിന്നെയും നമ്മൾ എന്ത് രോഗം വന്നാലും പോകുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ്, കൃത്യമായ ഹെൽത്ത് റെക്കോർഡുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും അല്ലെ? അങ്ങനെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ രോഗവിവരങ്ങളെ കുറിച്ച് നമുക്ക് മുന്നേ എന്തൊക്കെ രോഗങ്ങൾ വന്നു, എന്തൊക്കെ മരുന്നുകൾ നമ്മൾ കഴിച്ചു അല്ലെ? ഇനി ചിലവർക്ക് വല്ല അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മുടെ ആ ഒരു ഹെൽത്ത് റെക്കോർഡ് കൃത്യമായിട്ട് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് പരിശോധിച്ച് നമുക്കനുസരിച്ചുള്ള സെയിം ആയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ പെട്ടെന്ന് ആ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അത് കൂടാതെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് അവിടെ നേഴ്സസ് എങ്ങനെയാണ്? ഷിഫ്റ്റ് ഡ്യൂട്ടിയിലാണ് കയറുന്നത് അല്ലെ? ഷിഫ്റ്റ് ഡ്യൂട്ടിയിലല്ലേ കയറുന്നത്. അപ്പൊ ഒരാള് പോയി, ഒരാളുടെ ഷിഫ്റ്റ് കഴിഞ്ഞു, അവര് പോവാണ്, അടുത്തൊരാള് ജോലിയിലേക്ക് കയറും. അവിടെ ജോലിയിൽ കയറുമ്പോ നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കൊടുക്കുക? ഈ ഹെൽത്ത് റെക്കോർഡുകൾ, നമ്മളെ കുറിച്ചുള്ള ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ചാർട്ടുകൾ അവരെന്ത് ചെയ്യും? ആ മറ്റു വന്നിരിക്കുന്ന ആ ഒരു സ്റ്റാഫ് ഏതാണോ അവർക്ക് കൈമാറും അല്ലെ? കൈമാറി കൊടുത്തല്ലേ നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നേ. അപ്പൊ ഇവര് ചെയ്തിരുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഹെൽത്ത് റെക്കോർഡിൽ കൃത്യമായിട്ട് ഇത്ര സമയത്ത് നമുക്ക് മരുന്ന് തരണം, ഇത്ര സമയത്ത് നമുക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ തരണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു റെക്കോർഡിലുള്ളത് കൊണ്ട് തന്നെ ആ അടുത്തതായി വരുന്ന സ്റ്റാഫും നമുക്ക് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും? ആ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ കണ്ടിന്യൂ ചെയ്തു തരും അല്ലെ? ആ ഫോളോ അപ്പ് നടത്താനായിട്ട് ആ സ്റ്റാഫിന് ഇങ്ങനെയുള്ള ഹെൽത്ത് റെക്കോർഡുകൾ വഴി എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു.
ക്ലിയർ ആയോ അത്? അപ്പൊ ഒരു കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്, തുടർച്ച എന്ന് പറയുന്നത് നമ്മൾ ഒരു 2-3 കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതെ, ഫയൽസ് നഴ്സസിന്റെ നോട്ടാണ്, ശരിയാണ്. ഇപ്പൊ നോക്കി, ഇപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഒരു കണ്ടിന്യൂവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? ഫുൾ റേഞ്ചിലുള്ള സർവീസ്, എന്താണ്, ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ ലഭ്യമാക്കി നൽകണം അല്ലെ. അതിനെന്ത് ചെയ്യണം? ചില കേസുകൾ ചിലപ്പോൾ നമുക്കിടെ ആ ഒരു എന്താണ്, നമ്മുടെ ആ ഒരു കേസില് ചില കേസുകൾ നമുക്ക് അപ്പുറമായിരിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നോക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? അവരെ മറ്റുള്ള ഫർദർ ട്രീറ്റ്മെന്റ്, തുടർ ചികിത്സയ്ക്കായിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ തുടർ പരിചരണത്തിനായിട്ട് മറ്റൊരു ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്ഥിരം നമ്മൾ ഒരേ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേ ഹോസ്പിറ്റലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഹെൽപ്ഫുൾ എന്താണ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ്ഫുൾനെസ് എന്താണ്? നമുക്ക് ആ ഒരു ഹെൽത്ത് റെക്കോർഡ്, കൃത്യമായ ഹെൽത്ത് റെക്കോർഡുകൾ നമ്മുടെ കിട്ടുകയും അതുവഴി നമുക്ക് പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോവാനും സാധിക്കുന്നു. അത് കൂടാതെ ഈ ഹെൽത്ത് റെക്കോർഡ് വഴി മറ്റൊരു സ്റ്റാഫിന് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പേഷ്യന്റിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാനും ഈ ഹെൽത്ത് റെക്കോർഡുകൾ വഴി, കൃത്യമായി ഹെൽത്ത് റെക്കോർഡുകൾ വഴി സാധിക്കുന്നു. അവിടെ ആ ഒരു കണ്ടിന്യൂവിറ്റി, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു തുടർച്ച നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? കണ്ടിന്യൂവിറ്റി ഓക്കെ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് സേഫ്റ്റി. എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞാല്? സുരക്ഷ അല്ലെ. സുരക്ഷ നോക്കി, സേഫ്റ്റി implies that when providing health services we reduce to the barest minimum injuries, infections, harmful after effects and other dangers to clients and to staff. ഇനി എന്താ? ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളൊരു സർവീസ് നൽകുക എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? implies that when providing health services, നല്ലൊരു ആരോഗ്യ സേവനം നൽകുമ്പോൾ അവിടെ സുരക്ഷിതത്വം എന്ന് പറയും, സുരക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ഒരു സേഫ് ആയിട്ട് നമ്മൾ ഈ ഒരു സർവീസ് നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ എന്തൊക്കെ കുറയ്ക്കണം എന്നാ പറയുന്നത്? we reduce to the barest minimum injuries ആയിരിക്കണം അല്ലെ. നമ്മൾ എപ്പോഴും അവിടെ ഏറ്റവും കുറഞ്ഞ പരിക്കുകളായിരിക്കണം വേണ്ടത്. ആൻഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ കുറവായിരിക്കണം. ആൻഡ് ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സ്, എന്താ? അവിടെയുള്ള അനന്തരഫലങ്ങൾ, ദോഷകരമായ അനന്തരഫലങ്ങൾ കുറവായിരിക്കണം. ആൻഡ് അതർ ഡേഞ്ചേഴ്സ്, മറ്റ് അപകടങ്ങള്, അവിടെ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അവർക്ക് രണ്ടുപേർക്കും ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെ. ക്ലയൻസിനാണെങ്കിലും അവിടെ വരുന്ന നിലവിലുള്ള ജീവനക്കാർക്ക് ഈ സ്റ്റാഫുകൾക്കാണെങ്കിലോ നമ്മൾ ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പാടില്ല? ഇഞ്ചുറീസ് കുറവേ വരാൻ പാടുള്ളൂ. അതുവഴി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കുറവേ ഉണ്ടാവാൻ പാടുള്ളൂ. ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അനന്തരഫലങ്ങളോ, ദോഷകരമായ അനന്തരഫലങ്ങളോ അപകടങ്ങളോ വളരെ മിനിമത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതാണ് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത്. Then when providing quality care we should not put the patient's life at risk. നമ്മളൊരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ അല്ലെ, നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പേഷ്യന്റിന്റെ ജീവൻ അപകടത്തിലാക്കാൻ പാടില്ല അല്ലെ. റിസ്കിലാകണമെങ്കിൽ അപകടത്തില് ആ പേഷ്യൻസിന്റെ ജീവൻ ഒരിക്കലും അപകടത്തിലാക്കാനായിട്ട് പാടില്ല. Then for example we should not give insecure blood to patients and thereby infect them with HIV or AIDS. ഇൻസെക്യൂർ ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് നമ്മള് പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? അതുവഴി എയ്ഡ്സ് അല്ലെങ്കിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സുരക്ഷിതമല്ലാത്ത ബ്ലഡ് എന്ത് ചെയ്യാൻ? രക്തം രോഗികൾക്ക് നൽകാതിരിക്കുക. അതിലൂടെ നമുക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് വരുന്നതിനെ തടയാനും സാധിക്കും. സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ലൊരു ഹെൽത്ത് സർവീസ് നൽകുമ്പോൾ അവിടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊടുക്കുന്ന ഹെൽത്ത് സർവീസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ മിനിമം ഇഞ്ചുറീസ്, വളരെ മിനിമം ആയിട്ടുള്ള പരിക്കുകൾ വരാൻ പാടുള്ളൂ. അതുപോലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളും മിനിമം ആയിരിക്കണം. ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സ്, ദോഷകരമായ അനന്തഫലങ്ങൾ കുറവായിരിക്കണം. മറ്റ് അപകടങ്ങളും ആ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വളരെ മിനിമമേ വരാൻ പാടുള്ളൂ. അതാണ് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ യാതൊരു കാരണവശാലും ആ വരുന്ന പേഷ്യൻസിന്റെ ജീവൻ അപകടത്തിലാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് ഇൻസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്
സുരക്ഷിതമല്ലാത്ത രക്തം പേഷ്യൻസിൽ അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്നത് വഴി HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് എപ്പോഴും ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡുകൾ യാതൊരു കാരണവശാലും പേഷ്യൻസിന് കൊടുക്കാതിരിക്കുക. അതുവഴി അവർക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുക. ക്ലിയർ ആണോ സേഫ്റ്റി? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. Then it refers to the relationship between us and our clients and communities. ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്? വ്യക്തിബന്ധങ്ങളാണ് പറയുന്നത് അല്ലെ. ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കി. us between us and our clients and community. ആ സ്ഥാപനവും അവിടെ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസും സമൂഹവും അല്ലെ, ആ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി അതിൽ ഉൾപ്പെടുന്ന ക്ലയന്റ് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസും ആ ഒരു സ്ഥാപനവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം. അല്ലെങ്കിലോ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജേഴ്സ് ആൻഡ് ദിയർ സ്റ്റാഫ്. അതിനുള്ളിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. ഹെൽത്ത് മാനേജേഴ്സ് അവരെ കൺട്രോൾ, അവരുടെ കീഴിൽ വരുന്ന ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിബന്ധമാണ് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസ് ആൻഡ് അവർ ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ആ അസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥാപനം, ഏത് സ്ഥാപനമാണോ ആ സർവീസ് കൊടുക്കുന്നത് ആ സ്ഥാപനവും അവരുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയന്റുകളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിലുള്ള സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് we should show respect to our clients. നമ്മൾ എപ്പോഴും നമ്മുടെ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യന്റിനോട് എങ്ങനെയാണ് ബഹുമാനം കാണിക്കണം അല്ലെ, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ബഹുമാനം കാണിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? നമ്മളോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ലേ? ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു ബിഹേവിയറും ആ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെടും അല്ലെ. അപ്പൊ എപ്പോഴും ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ ക്ലയൻസിനോട് അല്ലെങ്കിൽ പേഷ്യന്റിനോട് വളരെ ബഹുമാനപൂർവമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കണം, അല്ലെങ്കിൽ ബഹുമാനം അവരോട് എപ്പോഴും കാണിക്കണം. ആൻഡ് ഫീൽ ഫോർ അവർ പേഷ്യൻസ്. എന്താണ്? അതുപോലെ വരുന്ന പേഷ്യൻസിനോട് അനുകമ്പ അല്ലെങ്കിൽ സഹതാപം തോന്നുകയും വേണം. ആൻഡ് നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. അവരോട് പരുഷമായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഷൗട്ട് ചെയ്യുക, ആക്രോശിക്കുകയോ ഒന്നും ചെയ്യരുത്. ആൻഡ് നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യൻസ് ടു അതർ പീപ്പിൾ. അതുപോലെ രോഗികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനും പാടില്ല. ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഇതൊരു റിലേഷൻഷിപ്പ് ആണ്. ആര് തമ്മിലുള്ളതാണ്? അവിടുത്തെ ആ സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഏതാണോ സ്ഥാപനവും അവരുടെ ക്ലയന്റും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എപ്പോഴും വരുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകൾ എപ്പോഴും അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാ? ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് വരുമ്പോ ബഹുമാനത്തോടുകൂടി പെരുമാറണം. അതുപോലെ അവരോട് ഫീൽ ഫോർ അവർ പേഷ്യൻസ്, അവർക്ക് വരുന്ന പേഷ്യൻസിനോട് ഒരു അനുകമ്പ അല്ലെങ്കിൽ സഹതാപത്തോടു കൂടി എന്ത് ചെയ്യണം? തോന്നുകയും വേണം. സഹതാപം അല്ലെങ്കിൽ അനുകമ്പ തോന്നണം അല്ലെ. ഒരു വയ്യാതെ വരുന്ന ആളോട് നമുക്ക് എപ്പോഴും ദേഷ്യമൊന്നല്ല തോന്നേണ്ടത്, നല്ലൊരു ഫീൽ ഉണ്ടാവണം. എന്താണോ അവരുടെ അവസ്ഥ എന്താണോ ഒരു സഹതാപമാവും ഒരു അനുകമ്പ അവരോട് തോന്നേണ്ടതുണ്ട്. ആൻഡ് നോട്ട് ബി റൂഡ്, വളരെ പരുഷമായി പെരുമാറാൻ പാടില്ല. അതുപോലെ ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കാനോ പാടില്ല. അതുപോലെ ആ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ യാതൊരു കാരണവശാലും മറ്റുള്ളവരോട് വെളിപ്പെടുത്താനും പാടില്ല. ആൻഡ് ദിസ് വിൽ ഗീവ് റൈസ് ടു ഗുഡ് റിലേഷൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്താണ്? These will give rise to good relations and trust between the clients or communities and us. അല്ലെ, ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് ഒരു വിശ്വാസവും അതുപോലെ നല്ലൊരു റിലേഷൻഷിപ്പും ആർക്ക് തോന്നും? ഈ വരുന്ന പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് തോന്നില്ലേ? ഇല്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം നമുക്ക് തോന്നും, നല്ലൊരു വിശ്വാസവും നമുക്ക് എന്ത് തോന്നാറുണ്ട് അല്ലെ ആ ഒരു സ്ഥാപനവുമായിട്ട്. Then clients regard good interpersonal relationship as an important feature of quality of care.
അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന സവിശേഷതയായി കാണുന്നത് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെ? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നത്, അല്ലെ? നമുക്ക് നല്ലൊരു സർവീസ് നൽകുന്നതിൽ ഉൾപ്പെടുന്നതല്ലേ ഇങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങൾ. അവർ നല്ലോണം നമ്മൾ പറയും നല്ലൊരു ക്വാളിറ്റി സർവീസ് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അവരുടെ ബിഹേവിയറും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്, അല്ലെ? നമ്മളോട് പെരുമാറുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്, അല്ലെ? നല്ലൊരു സർവീസ് നൽകുന്നതിന്റെ ഒരു ഭാഗം, ഈ നല്ലൊരു സവിശേഷത തന്നെയാണ് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കുക എന്നത്. ക്ലിയർ ആയോ? അത് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് വണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്. These are features that can be given by our health facilities to make life smooth and pleasant for clients. നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യണം? അവരുടെ ലൈഫ് അല്ലെങ്കിൽ ജീവിതം സുഗമമാക്കാനും സുഖകരമാക്കാനും വേണ്ടി നൽകുന്ന ആരോഗ്യ സൗകര്യങ്ങളാണ് നമ്മുടെ അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ്? ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ്, ആരോഗ്യ സൗകര്യങ്ങൾ കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എന്തിനാണ് നല്ലൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത്? ആ വരുന്ന ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കള് അവരുടെ ജീവിതം സുഗമമാക്കാനും സുഖകരമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആരോഗ്യ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നത്. അതിനെയാണ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? Then second point നോക്കിയേ, they contribute to clients contentment and make clients ready to use our service. ഇനി ഇതെന്താ? ഇങ്ങനെ നല്ല ക്ലയൻസിന് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെ? നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നല്ല സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്തായി? കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? സാറ്റിസ്ഫാക്ഷൻ. നമുക്കിപ്പോ സംതൃപ്തി കിട്ടില്ലേ? നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ലേ? നല്ല ഫെസിലിറ്റി ആണ് തരുന്നതെങ്കിൽ, അല്ലെ? അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ആ സേവനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും തയ്യാറാവും, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ആൻഡ് മേക്ക് ക്ലയൻസ് റെഡി ടു യൂസ് അവർ സർവീസ്. പിന്നെയും പിന്നെയും ആ സേവനം, ആ ഹോസ്പിറ്റലിൽ വന്ന് ആ സേവനം ഉപയോഗിക്കാനായിട്ട് ആ ഒരു വ്യക്തി എന്താവും? തയ്യാറാവുന്നു, അല്ലെ? ആണോ? നമുക്കൊരു സംതൃപ്തി തരുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെയാണ് അവർ തരുന്നതെങ്കിൽ പിന്നെയും പിന്നെയും ആ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവും. പിന്നെയും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ ആ ഒരു സർവീസിന് വേണ്ടി പോവാൻ തയ്യാറാവും, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. നോക്കി, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് comfortable seats, television sets, music, educational materials, educated media films, etc. at the OPD and wards. എന്താണ് OPD? OPD എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ വാർഡുകളിലൊക്കെ ഇപ്പത്തെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അല്ലെ? ഒരുപാട് എന്താ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളായിരിക്കും ചിലപ്പോൾ തരാം. നമുക്ക് തരുന്ന ഫെസിലിറ്റി ആണ് പറയുന്നത് കേട്ടോ. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ തരുന്നുണ്ട്. ടെലിവിഷൻ സെറ്റുകൾ വെക്കാറില്ലേ? ടി വി ഒക്കെ കാണാറില്ലേ ഇപ്പോ വാർഡുകളില് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് വന്നിരിക്കുന്ന സ്ഥലങ്ങളില്? അതുപോലെ തന്നെ മ്യൂസിക്, ചില സ്ഥലങ്ങളില് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെ? നമുക്കൊരു പ്ലസന്റ് ഒരു ഫീലിങ്സ് തരാൻ വേണ്ടിയിട്ട്. എഡ്യൂക്കേഷണലുമായി ബന്ധപ്പെട്ട വല്ല മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അറിവ് നേടുന്നതിന് വേണ്ടി ചില ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കാണിച്ചു തരും. അതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? നമുക്ക് തരുന്ന ഫെസിലിറ്റിയാണ്. അപ്പൊ ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സർവീസിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നു, സംതൃപ്തരാവുകയും അതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാനും അവിടുത്തെ സേവനങ്ങള് ഉപയോഗിക്കാനും താല്പര്യവും കൂടുന്നു. ക്ലിയർ ആയോ? അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തി, അവിടെ വരുന്ന ഒരു പേഷ്യന്റിന്റെ ജീവിതം സുഗമമാക്കാനും സുഖകരമാക്കാനും വേണ്ടി നമ്മൾ നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസ് സൗകര്യങ്ങളെയാണ്, ഫെസിലിറ്റികളെയാണ് നമ്മൾ വിളിക്കുന്നത് അമ്യൂണിറ്റീസ് എന്നുള്ളത്. അതിൽ ശരിക്കും എന്താ നൽകുന്ന നല്ല ഫെസിലിറ്റികളിലൂടെ അവരെ സാറ്റിസ്ഫൈഡ് ആക്കണം, സംതൃപ്തരാക്കുന്നത് വഴി അവർ പിന്നെയും ആ ഒരു സർവീസ് നേടാനായിട്ട് അവിടേക്ക് തന്നെ വരും, അല്ലെ? അതാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു 9 കമ്പോണൻസ് ഓക്കെ ആണോ? ഓക്കെ, നീ വായിച്ചിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ.
ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am.